എൻ്റെ കുട്ടിക്കാലത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അമ്മൂമ്മ പറഞ്ഞ ഐതിഹ്യ കഥകൾ ഓർമ്മയുണ്ട്. ആ ഐതിഹ്യ കഥകളിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ ഇഷ്ട നൈവേദ്യം എന്താണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. ശ്രീ പത്മനാഭസ്വാമിയെ ആരാധിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ ഇഷ്ട നൈവേദ്യം എന്താണെന്ന് അറിയണമെന്നില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അധികാരികൾ ഈ വിഷുനാളിൽ പ്രേക്ഷകരെ ഭഗവാന്റെ ഇഷ്ട നൈവേദ്യങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ബി മഹേഷും മാനേജർ ശ്രീ ബി ശ്രീകുമാറും ശ്രീ പത്മനാഭസ്വാമിയുടെ വിശിഷ്ട നൈവേദ്യങ്ങളുമായി നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. എന്താണ് ആ നൈവേദ്യങ്ങളെന്ന് അവർ തന്നെ നമ്മളോട് പങ്കുവയ്ക്കും. ഇതാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നൈവേദ്യം. എന്തുകൊണ്ടാണ് ഉപ്പുമാങ്ങ ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രധാനപ്പെട്ട നിവേദ്യമാകുന്നത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റേത് തന്നെ തനതായ നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു നേദ്യമാണ് ഉപ്പുമാങ്ങ. ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ഭഗവാനെ ആദ്യം ദർശിച്ചത് വെല്ലുവങ്കല സ്വാമിയാകാം. അനന്തനിൽ ശയിക്കുന്ന ഭഗവാനെ ദർശിക്കാൻ ഭാഗ്യം കിട്ടിയപ്പോൾ ആ കാട്ടിൽ വെച്ച് മറ്റൊന്നും അദ്ദേഹത്തിന് ഭഗവാന് നൽകാനില്ലാത്തതിനാൽ പെട്ടെന്ന് ആ ഭക്തിയോടുകൂടി അദ്ദേഹം സമീപത്ത് കിടന്നൊരു ചിരട്ടയെടുത്ത് മാവിൽ നിന്ന് ഒരു മാങ്ങ, കണ്ണിമാങ്ങയായിരിക്കണം, അദ്ദേഹം അത് ഭഗവാന് മുൻപിൽ ചിരട്ടയിൽ വെച്ച് നമസ്കരിച്ച് ഭഗവാനെ നേദിക്കുകയാണ് ഉണ്ടായത്. വർഷം മുഴുവൻ ഉപ്പുമാങ്ങ ദിവസമാണല്ലോ, അപ്പോൾ ഇതിനൊരു തയ്യാറെടുപ്പ് എങ്ങനെയാണ്? ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള ഉപ്പുമാങ്ങ മാങ്ങാ സീസൺ ആവുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ട് ഏറ്റവും നല്ല മഹത്തരമായിട്ടുള്ള മാങ്ങ നോക്കി വാങ്ങിയത് ക്ഷേത്രത്തിൽ കൊണ്ടെത്തിച്ചിട്ട് കഴുകി വൃത്തിയാക്കി 21 ചീനഭരണികളിലായിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് വടക്കേ നടയിലുള്ള കൽമുറികളിൽ ഒന്ന് മാങ്ങ പുര എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് വളരെ ശുദ്ധവൃത്തിയോടുകൂടി ഇത് തയ്യാറാക്കുന്നതിന് ക്ഷേത്രം തന്നെ നിയോഗിച്ചിട്ടുള്ള ഒരു ബ്രാഹ്മണ ജീവനക്കാരനായിട്ടുള്ള ചന്ദ്രപുരദാസൻ എന്ന് പറഞ്ഞിട്ടൊരു ജീവനക്കാരനെ ചുമലേൽപ്പിച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഈ ഭരണിയൊക്കകത്ത് നിറച്ച് അതിൻ്റെ പുറത്ത് ഒരു ലെയർ മാങ്ങ നിറച്ച് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും നിറച്ച് വീണ്ടും അങ്ങനെ ലെയറായിട്ട് ഭരണിയുടെ മുകൾ ഭാഗം വരെ എത്തുകയും അതിനുശേഷം ഒരു തടി അടപ്പുകൊണ്ട് ഈ ഭരണി ഭംഗിയായിട്ട് അടച്ച് ഈ ഭരണി നന്നായിട്ട് കെട്ടി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഉഷപൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴ പൂജ, ഈ 4 പൂജകൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ഉപ്പുമാങ്ങ നിവേദ്യം. അത് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഒരു ഭക്തന് വഴിപാടെന്ന നിലയിൽ ഇത് സമർപ്പിക്കാൻ ഉള്ള സംവിധാനമില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും ചിരട്ടയിൽ തന്നെയാണോ? അതേ ആകൃതിയിലുള്ള, അതിപ്പോൾ സ്വർണത്തിൽ മൂടിയതാണ്, കല്ലുകൾ പതിച്ച ഒരു ചിരട്ടയിലാണ് ഈ ഉപ്പുമാങ്ങ നിവേദ്യം ഭഗവാൻ സമർപ്പിച്ച് വരുന്നത്. വിഷുനാളിൽ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഒരു പുതിയ അറിവായിരിക്കും. എന്നുവെച്ചാൽ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്കൊക്കെ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർ വളരെയധികം പേരുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാട് കാണുമ്പോൾ ഇത് സാധാരണ പായസം പോലെ തോന്നുമെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന മറ്റൊരു നേദ്യമാണ് മേനിത്തുല പായസം എന്നാണ് ഈ ഭക്തർ പൊതുവെ മേനി പായസം എന്നും പറഞ്ഞു വരുന്നു. ഇതൊരു നൈവേദ്യമാണ്, പക്ഷേ ഭക്തജനങ്ങൾക്ക് ഈ മേനിത്തുല പായസം ഒരു വഴിപാടായും സമർപ്പിക്കാവുന്നതാണ്. നമുക്ക് കട്ടി പായസം പല ക്ഷേത്രങ്ങളിലും ഉണ്ടെങ്കിലും വ്യത്യസ്തത മനസ്സിലാക്കണമെങ്കിൽ ഇത് കഴിച്ചു തന്നെ നോക്കണം. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് ഒറ്റയട. നമ്മൾ ഉണ്ണിയപ്പം പോലെയല്ല, വലിയ രൂപത്തിലാണ് അല്ലേ? ഉണ്ണിയപ്പത്തിൻ്റെ അതേ ചേരുവകളും അതേ കൂട്ടും ഉപയോഗിച്ചാൽ എങ്കിൽ പോലും ഉണ്ണിയപ്പത്തിൻ്റെ മാവിൽ നിന്നും അല്പം കൂടി കട്ടി കൂട്ടിയിട്ട് ഒറ്റയട തട്ട് എന്ന് പറയുന്ന ഒരു തട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിക്കകത്തുണ്ട്. ആ തട്ടിൽ നറുനെയ്യ് ഒഴിച്ച് ഈ കൂട്ട് അതിനകത്ത് പരത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നിവേദ്യമാണ് ഒറ്റയട. ഇത് ഭക്തജനങ്ങൾക്ക് വഴിപാടായിട്ടും നടത്താവുന്നതാണ്. ഉപ്പുമാങ്ങ പോലെ തന്നെ ഒറ്റയടയും നിത്യനിവേദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണ ഭക്തജനങ്ങൾ അധികം കണ്ടിട്ടും ഉണ്ടാവില്ല. ഇത് അധികം ഭക്തജനങ്ങൾക്ക് അറിയാത്ത ഒരു വഴിപാടാണിത്. ഈ വിഷുനാളിൽ ശ്രീ പത്മനാഭസ്വാമി ദർശനത്തിന് വരുന്നവരെല്ലാം ഈ വിശിഷ്ട നൈവേദ്യങ്ങളും കൂടി അറിയാൻ വേണ്ടിയാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. പക്ഷേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇഷ്ട നൈവേദ്യമായ ഉപ്പുമാങ്ങ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഏതായാലും അതിനൊരു വലിയ അവസരം ലഭിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ വീട്ടിൽ ഉപ്പിലിട്ട് കഴിക്കുന്ന ആ ഒരു രുചിയേ അല്ല. മേനിത്തുല പായസം നമ്മൾ പൊങ്കാലയ്ക്കെല്ലാം തയ്യാറാക്കുന്ന പായസം പോലെയോ അരവണ പായസം പോലെയല്ല, വളരെ വ്യത്യസ്തമായൊരു, ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു കൂട്ടിലുള്ള ഒരു പായസം തന്നെയാണ്. നമ്മുടെ ക്യാമറമാൻ അരുണ് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ്. അരുണേ, ഈ നിവേദ്യങ്ങൾ നീ കേട്ടിട്ടുണ്ടോ? ഇത് ഉപ്പുമാങ്ങ അല്ലേ? നമ്മളെ വീട്ടിൽ കഴിക്കുന്ന സാധനം പോലെയല്ല. ക്യാമറ സുധീഷ് തിരുവല്ല
തിരുവല്ല സ്വദേശിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ പ്രസാദമൊക്കെ കഴിച്ചിട്ടുണ്ടാവും. സുധീഷ് കഴിച്ചു നോക്കണം ശ്രീവല്ലഭ സ്വാമി ക്ഷേത്രത്തിലെ ദർശനം അല്ലേ? നമ്മുടെ സാധാരണ ഒരു പായസം പോലെ അല്ല. അല്ലല്ലോ. ഈ വിഷുനാളിൽ ലോകമെമ്പാടുമുള്ള ഭക്തരെ ഭഗവാന്റെ ഇഷ്ടനൈവേദ്യങ്ങൾ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് വലിയ സന്തോഷകരമായ കാര്യമാണ്. ഒപ്പം ഈ വിഷുനാളിൽ ഭഗവാന്റെ ഇഷ്ടനൈവേദ്യങ്ങൾ രുചിച്ചു നോക്കാൻ കഴിഞ്ഞതും വിഷു കൈനീട്ടം തന്നെയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.